ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും സിമ്പിൾ റെസിപ്പിയും എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുവെക്കുക. കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ആ ലൈക്ക് ബട്ടൺ കൂടെ എല്ലാവരും പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഇതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആക്കലാണ്. അപ്പോൾ രാവിലെ ഞാനെപ്പോഴും പറയുന്നത് തന്നെയാണ്, ഒരു 4 മണിയൊക്കെ ആയപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമസ്കാരവും കാര്യങ്ങളും രാവിലത്തെ ഫ്രഷ് ആവലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുളിയും എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നീട് കിച്ചണിലേക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കിച്ചണിലേക്ക് കയറുന്നതിന് മുമ്പ് ഞാൻ മുറ്റും അന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ നല്ല സിമ്പിളായിട്ടുള്ളൊരു ദോശന്നോ അപ്പമെന്നോ ഒക്കെ ഇതിനെ വിളിക്കാൻ വേണ്ടി പറ്റും. ഒന്നുമല്ല, ഒരു കപ്പ് പച്ചരി ഞാൻ എടുത്തിട്ടുള്ളത്, അത് രാത്രി വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. ഒരു 2-3 മണിക്കൂർ കുതിർത്താൽ മതി. അതിലേക്ക് ഒരു 2 കൈപ്പിടി, നമ്മളെ കയ്യിൽ നിന്ന് 2 കൈപ്പിടി ചോറ്, ഏത് അരിയിലെ ചോറായാലും കുഴപ്പമില്ല, ചോറ് ചേർത്തിട്ട് ആ പച്ചരി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് നല്ല ലൂസാക്കി ഞാൻ കാണിച്ചു തരാം. ലൂസ് കൺസിസ്റ്റൻസി ആക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മൾ അപ്പമൊക്കെ ചൂടുന്ന അപ്പച്ചട്ടി, ഇത് ചീനച്ചട്ടി, അയണ്ട ചീനച്ചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 ആയാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അതിലിങ്ങനെ നമ്മൾ വെള്ളപ്പം ചുട്ടെടുക്കൂലേ, അതുപോലെ ചുറ്റിച്ചെടുക്കുക. വെള്ളപ്പം പോലെ നടു ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊങ്ങി വരാനുള്ളത് ഒഴിച്ചു കൊടുക്കണ്ട, കുറച്ച് മാവ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. മാവ് ലൂസായിരുന്നോട്ടെ. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. അപ്പം നമ്മുടെ സാധാ ദോശമാവ് തന്നെയാണ്, പക്ഷേ നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് വേറൊരു അപ്പം തിന്നുന്ന ആ ഒരു ഫീല് വരും കേട്ടോ. പിന്നെ മാത്രമല്ല, നമ്മൾ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരൈറ്റം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. എന്നിട്ട് ഒരൈറ്റം നമുക്ക് എന്തുണ്ടാക്കണം, അങ്ങനെ എളുപ്പത്തിലുണ്ടാക്കുക, പെട്ടെന്നുള്ള ഗസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് എളുപ്പത്തിലുണ്ടാക്കുന്നതും ആയിരിക്കണം. അപ്പോൾ ഇതുണ്ടാക്കുന്ന സാധാ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ദോശയല്ലേ എന്ന് നമുക്കൊരു ഫീൽ വരും. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് വേറെന്തോ ഒരു അപ്പം ഉണ്ടാക്കിയൊരു ആ ഒരു കാഴ്ചക്ക് അങ്ങനെയായിട്ടുണ്ടാകും. പക്ഷേ സാധാ മാവാണ് താനും, നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് പറ്റും. മാത്രമല്ല, ഇപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും ഒക്കെ എന്താ പറയുക, മീൻ കറീൻ്റെ കൂടെ ആയാലും ചിക്കൻ കറീൻ്റെ കൂടെ ആയാലും ബീഫ് കറി, ഏത് കറീൻ്റെ കൂടെ ആയാലും എന്താ പറയുക, വെജിറ്റബിൾ കറീൻ്റെ കൂടെ ആയാലും ഇത് കോമ്പിനേഷനായിട്ട് പോകും കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനുമായിട്ട്. നല്ല എളുപ്പത്തിൽ ഇതാ ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു ലുക്കാണ് കേട്ടോ ഇതിനുണ്ടാവുക. പിന്നെ നമ്മൾ എടുക്കുന്നതിനേക്കാളും കസറോളിലിട്ട് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒന്നുകൂടി സോഫ്റ്റ് ആവുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി കൂടെ ഞാനിതിൻ്റെ കൂടെ ഉണ്ടാക്കുന്നുണ്ട്. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് മാറ്റി കുട്ടികൾക്ക് അറിയേണ്ട ഒരു കാര്യമായിരിക്കും, ഇന്ന് എന്താ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ, അല്ലെങ്കിൽ എന്താ ഉണ്ടാക്കുന്നതെന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ ഒരേ മാവിൽ തന്നെ മാറ്റി കൊടുത്താൽ അവർ ഹാപ്പി ആയിക്കോളും. ഇനിയിപ്പോൾ അതാ ഞാൻ പറഞ്ഞില്ലേ, സിമ്പിളായിട്ടുള്ളൊരു കറിയും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കട്ടെ. അപ്പം ഞാൻ ചുട്ടോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ രാവിലെ റഫീഖൊക്കെ നേരത്തെ പോകണം. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് ഉണ്ടാക്കുന്നത്. വേറെ ക്ലീനിങ്ങിനും കാര്യങ്ങൾക്കൊന്നും ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഇതാ ഒരു പാൻ വെച്ചു, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതാ ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് അതൊന്നിട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. കളർ ചേഞ്ച് ആവാനൊന്നും നിൽക്കണ്ട കേട്ടോ. വെളുത്തുള്ളി കളർ ചേഞ്ച് ആയിക്കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റാണ്, അതാവുന്നതിന് മുമ്പ് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ആ കളർ ചേഞ്ച് ആവണ ഇഷ്ടമല്ല, അതിനേക്കാൾ നല്ലത് ഈ ഒരു ടേസ്റ്റാണ്. അതിനുശേഷം അതിലേക്ക് ഞാൻ ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് ഇങ്ങനെ നീളത്തിൽ കീറിയിട്ടിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഒന്നുമില്ല, ഈ തക്കാളി ഒന്ന് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് മിക്സ് ആക്കിയിട്ട് തക്കാളി ഒന്ന് സോഫ്റ്റായിട്ട് വരിക, ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരട്ടെ. അപ്പോൾ നമുക്ക് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ആ സമയം ഞാൻ അപ്പം ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അപ്പം ഏകദേശം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന കറിയല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും കേട്ടോ. വേഗം ഒരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഈ ഒരു കറി. നമുക്ക് എല്ലാത്തിൻ്റെ കൂടെയും, ദോശേൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പത്തിരീൻ്റെ കൂടെയും ഒക്കെ കോമ്പിനേഷനായിട്ട് പോകും കേട്ടോ. ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതാ നമ്മുടെ തക്കാളി അത്യാവശ്യം സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ, ഒരു 1/2 ടീസ്പൂണൊക്കെ കറിയുള്ളതിനനുസരിച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. വേറെ മസാലസും കാര്യങ്ങളൊന്നും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. അതിനുശേഷം ഇതാ കുറച്ച് മുരിങ്ങയിലേക്ക് പകരം നിങ്ങൾക്ക് ഏത് ചീര വേണമെങ്കിലും, സാധാ ചീരയോ ഏത് ചീര വേണമെങ്കിലും ഈ സമയത്ത് മുള്ളൻ ചീരയൊക്കെ കിട്ടില്ലേ, അതൊക്കെ നല്ലതാട്ടോ. അതൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചീര കാണിച്ചിട്ടുണ്ടായിരുന്നു, മുടുങ്ങച്ചപ്പ് എന്നാണ് നമ്മൾ പറയുക, ചുക്കുട്ടിയില എന്ന് പറയലുണ്ട്. വേറെ പേര് എനിക്കറിയില്ല കേട്ടോ. കുറേ പേരത് എനിക്കതിന് കുറേ കമൻറ്റിന് റിപ്ലൈ തരാനുണ്ട്. സോറി തരാം കേട്ടോ. കാരണം വീഡിയോ ഒന്നും എടുത്തതില്ലാത്തതുകൊണ്ട് നല്ല തിരക്കാണ്. ഇപ്പോൾ വീട്ടിലെ കാര്യങ്ങളും വീഡിയോ എടുക്കലും എല്ലാം കൂടായിട്ട് ഇങ്ങനെ നല്ല തിരക്കിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നും നാളേക്കായിട്ട് ഞാൻ റിപ്ലൈ തരുന്നതാണ്. കുറേ പേര്
അതെന്ത് ചീരയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ പേര് കേട്ടോ. നിങ്ങൾ തോട്ടത്തിലൊക്കെ നോക്കിയാൽ കാണും. ഇനി അതാണെന്ന് വിചാരിച്ചിട്ട് വേറെ എന്തെങ്കിലും എടുക്കരുതേ. വേറെ എന്തെല്ലോ ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊന്നുമല്ല, ഇതാണ് അതിൻ്റെ പേര് കേട്ടോ. ഇതറിയുകയാണെങ്കിൽ മാത്രം നിങ്ങൾ എടുത്തിട്ട് ഉണ്ടാക്കുക. അടിപൊളിയാണ്, നല്ല നമുക്ക് കണ്ണിനും ഒക്കെ ഭയങ്കര നല്ലതാണ് അത് കഴിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതാ മുരിങ്ങ നമുക്ക് ഇതിലേക്ക് വരാം. ആ ചീരയ്ക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇതിലേക്ക് നല്ല ടേസ്റ്റാണ്. നമ്മളെ ഏത് ചീരയാണെങ്കിലും അത് ഇട്ട് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. 1 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോഴത്തേക്കും ചീരയൊക്കെ വെന്ത് കിട്ടില്ല, മുരിങ്ങയിലൊക്കെ പ്രത്യേകിച്ച്. അതിന് ശേഷം കുറച്ച് തേങ്ങ, ഒരു അരക്കപ്പ് തേങ്ങ, അതിലൊരു 3-4 വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചേർത്ത് കൊടുത്തു. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് എൻ്റെ കൈ കണ്ടോ നനഞ്ഞിരിക്കുന്നത്. ചിലർ കമൻറ്റിൽ ചോദിക്കലുണ്ട്, ജംഷി അതിൻ്റെ ഇടയിൽ പാത്രം കഴുകുക പണികൾ എടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്, പക്ഷേ കൈയൊന്നും നനഞ്ഞിട്ട് കാണുന്നില്ലല്ലോ. ഇല്ലല്ലോ എന്ന് കേട്ടോ. എനിക്കങ്ങനെ ഇഷ്ടമല്ല കേട്ടോ, കൈ നനഞ്ഞിട്ട് ഇങ്ങനെ പണിയെടുക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഞാനൊരു ടവൽ അടുത്ത് തന്നെ വെക്കും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നനയുന്നതിനനുസരിച്ച് കൈ തുടച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ. അതൊരു ശീലമാണ്. എനിക്ക് കൈ നനയുന്നത് തീരെ ഇഷ്ടമല്ല. പെട്ടെന്ന് തുടച്ചിട്ടാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി, തിളച്ച് മറിയരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി സെറ്റായിട്ടുണ്ട്. എളുപ്പത്തിൽ ഒരു 5 മിനിറ്റ് മതിയിട്ടാണ് നമ്മൾ ഈ കറി. ഒരു ഹെൽത്തി കറിയാണ് കേട്ടോ അതുണ്ടാക്കാനായിട്ട്. ഇനിയിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അപ്പോൾ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറയാം കേട്ടോ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിനെ രാവിലെ തന്നെ മുരിങ്ങയിലയും കാര്യങ്ങളൊക്കെ കഴിക്കുന്നതാണ്. പിന്നെ രാവിലെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ വെജിറ്റബിൾസ്, എഗ്ഗ്, നമ്മൾ നട്ട്സ് ഇതെല്ലാം കഴിക്കണം കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമ്മളിതൊക്കെ കഴിക്കുന്നത് നല്ലതാണ്, ഞാൻ എപ്പോഴും പറയലുണ്ട്. നമ്മൾ രാവിലെ എണീറ്റ ഉടനെ തന്നെ കഴിക്കുന്ന നട്ട്സ് അങ്ങനെ എന്തെങ്കിലും എഗ്ഗോ അങ്ങനെ എന്തെങ്കിലും കഴിക്കലുണ്ട് കേട്ടോ. പിന്നെയാണ് കുറച്ച് സമയം എടുത്തിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ഇന്ന് പ്രഫിക്കൊക്കെ പോകേണ്ടതുകൊണ്ട് ഒരു 8 മണി ആയിട്ടില്ല കേട്ടോ, 7:30 ആയിട്ടുള്ളൂ. അതിന് മുമ്പ് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാണ്. എല്ലാവരും കഴിക്കുകയാണേ. പിന്നെ അത്യാവശ്യം ബോഡി നന്നായിട്ട് മെലിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ. അപ്പോൾ അത് കൂടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നോക്കുന്നുണ്ട്. കൂടുതൽ ദോശയൊന്നും കഴിക്കുന്നില്ല, 2 ദോശ മാത്രം കേട്ടോ. അങ്ങനെ ഉച്ചക്കാണെങ്കിലും ലഞ്ചിന് ചോറൊക്കെ അളവാക്കിയിട്ടേ കഴിക്കുന്നുള്ളൂ. അത് കൂടിക്കഴിഞ്ഞാൽ പിന്നെ അത് കുറക്കാൻ നിൽക്കണ്ടേ. ഇപ്പോൾ കറക്റ്റ് എന്താ പറയുക, നമ്മൾ അവിടെ പോയിട്ടാണെങ്കിലും കൂടുതൽ ഞാൻ പറഞ്ഞില്ലേ നടക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഇവിടെ വന്നിട്ടും ഇവിടെ വന്നതിന് ശേഷം എനിക്ക് പനി വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഭക്ഷണം തീരെ കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്ന, വായൊക്കെ ഇങ്ങനെ കഴിച്ചിട്ട് ഭക്ഷണം ഒന്നിനും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ വളരെ കുറവായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഞാൻ മെലിയാൻ വേണ്ടിയിട്ട് കാരണം. അല്ലെങ്കിൽ ഈ സമയത്ത് മെലിയൂല, കാര്യം ഇപ്പം നടക്കാൻ പോകുന്നില്ല. നടക്കാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഒരാഴ്ച നടന്നാൽ പെട്ടെന്ന് മെലിയും, അതിലേക്കങ്ങ് ആയിക്കോളും. പക്ഷേ പോകണം എന്നൊക്കെ ഓർത്തിരിക്കുമ്പോഴാണ് അത്യാവശ്യം മെലിഞ്ഞ് കിട്ടിയത്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, ഇനി അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള കാര്യമുള്ളൂ കേട്ടോ. എനിക്ക് ഈ ഒരു ബോഡി വെയ്റ്റിൽ ഇങ്ങനെ പോകുന്നതാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. റഫിക്ക പോയി. ഇനിയിപ്പോൾ ഞാൻ കിച്ചൺ ഒന്ന് നീറ്റാക്കിയിടുകയാണ്. മൊത്തം ഒന്ന് അടിച്ചു വാരി കിച്ചൺ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിടട്ടെ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു ക്ലോത്ത് വെച്ചൊരു ഒരു ഷിഫോൺ ക്ലോത്താണ് ഞാനെടുത്ത്, നമ്മളെ ഷോളിൻ്റെ ഒക്കെ ജോർജറ്റ് ഷോളൊക്കെ അതിൻ്റെയൊക്കെ അതെടുത്തിട്ട് അതിൽ കുറച്ച് നനച്ചിട്ട് അതിൽ കുറച്ച് ലിക്വിഡോ എന്തെങ്കിലും ഹാൻഡ് വാഷിൻ്റെയോ എന്തെങ്കിലും ആക്കിയിട്ട്, വിം ലിക്വിഡോ എന്തായാലും മതി ആക്കിയിട്ട് കൗണ്ടർ ടോപ്പും അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റോപ്പൊക്കെ തുടച്ച് ആ എണ്ണയുണ്ടല്ലോ, എണ്ണ ഇങ്ങനെ ആദ്യം ഇങ്ങനെ തുടച്ചെടുക്കും കേട്ടോ. അതുപോലെ തന്നെ സ്റ്റൗവിൻ്റെ ബാക്ക് ചുമര് ആ ഒരു ഭിത്തി ഉണ്ടല്ലോ അവിടെയൊക്കെ തുടച്ചെടുക്കും. അതിനുശേഷം ആ ക്ലോത്ത് തന്നെ ഒന്നും കൂടെ പിഴിഞ്ഞിട്ട് ഒന്നും കൂടെ വൈപ്പ് ചെയ്ത് ആ സോപ്പിൻ്റെ ആ ഭാഗം ആ എണ്ണയൊക്കെ അങ്ങ് വൈപ്പ് ചെയ്തെടുക്കും. അതിനുശേഷം നമ്മളെ കൗണ്ടർ ടോപ്പ് തുടക്കുന്നൊരു തുണി ഉണ്ടാവുമല്ലോ, ഞാനിപ്പോൾ മൈക്രോ ഫൈബർ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലതാണ് കേട്ടോ, ഈ മൈക്രോ ഫൈബർ ക്ലോത്ത് ഒരു റബ്ബർ ക്ലോത്താണ് ഇത് വരുന്നത്. ഇത് ഒരു ബോട്ടിലാട്ടോ വരുന്നത്. എനിക്ക് കുറേ മുമ്പ് ഒരു എത്രയോ വർഷമായി ഞാനിപ്പോൾ ഇത് ഉപയോഗിക്കുന്നത്. കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കളറങ്ങ് ഫെയ്ഡായി പോകും. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതല്ലേ, നന്നായിട്ട് യൂസ് ചെയ്ത് നമ്മൾ കുറേ നാൾ യൂസ് ചെയ്യും. ഒരു വെള്ളത്തിൻ്റെ പാടോ സോപ്പിൻ്റെ പാടോ ഒന്നും ഇരിക്കില്ല കേട്ടോ. നല്ല ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്ന കൗണ്ടർ ടോപ്പും ഗ്യാസൊക്കെ ആയിരിക്കും കേട്ടോ കിട്ടുക. നമ്മൾ തുടച്ച് കഴിഞ്ഞാൽ സാധാ ക്ലോത്തോട് തുടച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇതുകൊണ്ട് വെറുതെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കലുണ്ട്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ പാടം ഒട്ടും ഉണ്ടാവില്ല, നല്ല ക്ലീനായിട്ട് തന്നെ ഇരിക്കും. അതുപോലെ തന്നെ ഗ്ലാസ് അല്ലേ, നമ്മളെ എന്താ പറയുക മിററ്, വാഷ് ബേസിൻ്റെ മിററ്, അതൊക്കെ തുടച്ച് കഴിഞ്ഞാൽ നല്ല ഇങ്ങനെ ഒരു പാടോ ഒരു പൊടിയൊന്നും ഇല്ലാതെ നമ്മൾ പേപ്പറൊക്കെ ഇട്ട് തുടച്ചതുപോലെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ തുടച്ചെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇത് എനിക്ക് സാധാ ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടിയതാണ്. അങ്ങനെ നിങ്ങൾ നോക്കുക കേട്ടോ. ഓൺലൈൻ നന്നായിട്ടില്ല എനിക്ക് കിട്ടിയിട്ട്, ഓൺലൈൻ ഒരു ലോക്കൽ സാധനം എനിക്ക് കിട്ടി. ഇതൊരു ഷോപ്പിൽ നിന്ന് ഇങ്ങനെ തന്നെ ഒരു ബോട്ടിലാണ് ഇത് വരുന്നത്. മൈക്രോ ഫൈബർ ക്ലോത്ത് എന്ന് പറഞ്ഞാൽ മതി. നല്ല അത്യാവശ്യം കട്ടിയും ഉണ്ടാവും കേട്ടോ. ഇതിന് നൈസായിട്ടുള്ളത് വാങ്ങണ്ട, നല്ലതാണ്. ഇത് കണ്ട ഒരു പാട് പോലും ഉണ്ടാവില്ല കേട്ടോ.
അങ്ങനെ നമ്മളെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ കുറച്ച് റഫീഖ ഫ്രൂട്ട്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ കറി വെച്ചില്ലേ, പിന്നെ ചോറ് വെക്കാൻ മാത്രമേ ഉള്ളൂ. കുറച്ച് ബീഫ്, ഇന്നലത്തെ കുറച്ച് ബീഫ് വെച്ചതുണ്ട്. പിന്നെ ഞാനും വാവയും മാത്രമേ ഉള്ളൂ. റഫീഖ ഉച്ചക്കത്തേക്ക് ലഞ്ചിന് വരില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഇനി വേറൊന്നും ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു. ബീഫ് കറിയും ഉണ്ട്, മുരിങ്ങയിലേൻ്റെ കറിയും ഉണ്ട്, ജസ്റ്റ് ചോറ് വെച്ചാൽ മാത്രം മതി. അപ്പോൾ അങ്ങനെ ചില ദിവസങ്ങൾ അങ്ങനെ ഉണ്ടാവില്ലേ, നമുക്കൊന്ന് ഫ്രീ ആവാൻ പറ്റുന്ന ദിവസങ്ങൾ. ഞാൻ ഫ്രീ അല്ല, എനിക്ക് കുറച്ച് പണികൾ വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചില ദിവസങ്ങൾ അങ്ങനെ കിട്ടിയാൽ ഭയങ്കര ലോട്ടറിയാണ്. അപ്പോഴാണ് ഞാൻ വീട് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുക, എന്തെങ്കിലും അടുക്കി പെറുക്കി വെക്കാനൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഇങ്ങനെ നമ്മളിഷ്ടത്തിന് ഇഷ്ടപ്പെട്ട രീതിയിലേക്ക് മാറ്റുക, അങ്ങനത്തെ ഒക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് അങ്ങനത്തെ ഒരു ദിവസമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പെട്ടി പൊട്ടിക്കുന്നത് കാണിച്ചിട്ടില്ല, നമ്മൾ പോയിട്ട് കൊണ്ടുവന്ന് പെട്ടി പൊട്ടിക്കുന്നത് കാണിച്ചിട്ടില്ലല്ലോ ജംഷി, പെട്ടി കിട്ടുന്നതല്ലേ കാണിച്ചിട്ടുള്ളൂ എന്ന്. അപ്പോൾ നമുക്ക് പെട്ടി അങ്ങ് പൊട്ടിച്ച് കളയാം കേട്ടോ. അപ്പോൾ ഓൾറെഡി ഞാൻ പെട്ടി പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ എന്തൊക്കെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് എന്ന്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ. ഇതിൽ ഞാൻ വാങ്ങിച്ചത് വളരെ കുറവാണ് കേട്ടോ. ഞാനും റഫീഖയും വാങ്ങിച്ചത്. ഏട്ടത്തിൻ്റെ ഭർത്താവ് അളിയൻ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അവിടെ നിന്ന് തന്നെ അളിയൻ കുറേ സാധനങ്ങൾ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, വീട്ടിലേക്ക്, എനിക്ക് വീഡിയോയിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ. പിന്നെ കുറച്ച് ഞാൻ റഫീഖ് ലാസ്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ. ഇത് ആദ്യം തന്നെ ഈ ഒരു പ്ലേറ്റാണ്. ഇത് ഒരു പ്ലേറ്റ് ആയിരുന്നില്ല, ഒരു 3 പ്ലേറ്റ് റഫീഖ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കാർഗോയിൽ വന്ന സമയത്ത് 2 പൊട്ടിപ്പോയിട്ടോ, ഭയങ്കര സങ്കടമായിപ്പോയി. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ, നേരിട്ട് കാണാൻ ഒന്നുകൂടെ ഭംഗിയുണ്ട്. ഒരു ഓഫ് വൈറ്റിൽ ഇങ്ങനെ ഒരു ഹാഷ് കളർ പ്രിൻ്റായിട്ട് ഇത് കണ്ട, അതിലേക്ക് സെറ്റായിട്ട് നമുക്ക് 3 പേർക്കുള്ള 3 പ്ലേറ്റും, പിന്നെ ഇതിങ്ങനെ കറി എടുക്കുന്ന കുറച്ച് വലുതും അതിൻ്റെ 2 ചെറുതും ഇതായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്ത് ചെയ്യാനാ, 2 പൊട്ടിപ്പോയിട്ട്, അതേ പൊട്ടിയിട്ടുള്ളൂ, വേറെ ഒന്നും, എല്ലാം സെറാമിക്കിൻ്റെ കാര്യങ്ങളായിരുന്നു. പക്ഷേ എന്തായാലും അൽഹംദുലില്ലാ വേറൊന്നും പൊട്ടിപ്പോയിട്ടില്ല, അത് വേറെ കാര്യം. അപ്പോൾ ആദ്യം തന്നെ ഇതാണ് കേട്ടോ ഈ ഒരു സെറ്റ്. അപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ ശരിക്കും നമ്മൾ കണ്ടാൽ വാങ്ങിച്ചു പോകട്ടോ, എല്ലാം നമുക്ക് ഇഷ്ടപ്പെടും അങ്ങനത്തെ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ പാത്രങ്ങൾക്ക്, ചില പാത്രങ്ങൾക്ക് ഇവിടുത്തെ റേറ്റ് ഇല്ല, ഇവിടെ ഭയങ്കര റേറ്റാണ് പാത്രങ്ങൾക്ക്, അവിടെ റേറ്റ് വളരെ കുറവാണ് കേട്ടോ. അങ്ങനെ ഒരു വ്യത്യാസം കൊണ്ട് പക്ഷെ നമുക്ക് കൊണ്ടുവരേണ്ട ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ്, ഇതൊരു ഗോൾഡൻ ആണ് കേട്ടോ. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, സിൽവർ പോലെയൊക്കെ കാണുന്നുണ്ട്. ശരിക്കും ഗോൾഡൻ ആണ് കപ്പ്, ഉൾഭാഗം വൈറ്റ് വന്നിട്ട് അതിൻ്റെ ഒരു സോസറാണ് ഇത് താഴെയുള്ള. അതിലേക്ക് എനിക്ക് ഫസ്റ്റ് നോക്കിയപ്പോൾ അതൊരു ഒട്ടും മാച്ചല്ലാത്ത പോലെ തോന്നി, ആ ഒട്ടകത്തിൻ്റെ ആ ഒരു എംബ്ലവും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ അതിൻ്റെ സൈഡിലൂടെ ഒരു ഗോൾഡൻ ലൈന് വരുന്നുണ്ട്. ആ കപ്പ് അങ്ങനെ മാച്ചായിട്ട് വെക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇവിടെ വന്നിട്ട് നോക്കിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. ഇപ്പോൾ ഇത് റഫീഖ സെലക്ട് ചെയ്താൽ എനിക്ക് കപ്പ് ഇഷ്ടമായി, പക്ഷേ സോസർ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ കൊണ്ടുവന്നപ്പോൾ എനിക്ക് രണ്ടും നല്ല ഇഷ്ടമായി കേട്ടോ. അങ്ങനെ ഒരുപാട് പർച്ചേസൊന്നും ചെയ്തിട്ടില്ല, കുറച്ച് കിച്ചണിലേക്ക് വേണ്ട കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ വേറൊരു കപ്പ് കേട്ടോ. കപ്പൊക്കെ കണ്ടാൽ നമ്മൾ ശരിക്കും വാങ്ങിപ്പോവും, എല്ലാം വാങ്ങണം തോന്നും കേട്ടോ, അങ്ങനെയാണുള്ളത്. അതിന് മുകളിൽ ഒരു ലക്കി എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനത്തെ ഒരു 2 കപ്പും കൂടെ. പിന്നെ ഈ ഒരു ടൈപ്പാണ്, എല്ലാം സെറാമിക് തന്നെയാണ് കേട്ടോ വരുന്നത്. നല്ല ഇത് കുറച്ചൊരു വൈഡായിട്ട് നല്ല വലിയ കപ്പാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്, നല്ല ക്യൂട്ടാണ്. നല്ല രസമല്ലേ. പിന്നെ നമ്മൾ അവിടെ നിന്ന് വാങ്ങും ഇങ്ങനെ ഓരോന്ന് കാര്യം. നല്ല ഈ കപ്പിനൊക്കെ ഇവിടെ നിന്ന് ഞാൻ എപ്പോഴും വാങ്ങാറുണ്ട് കപ്പ്, പക്ഷെ ആ കപ്പിനേക്കാളും വളരെ വില കുറവാണ് കപ്പിനൊക്കെ. പക്ഷേ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് വെയിറ്റ്, സെറാമിക് സാധനങ്ങൾക്കൊക്കെ നല്ല വെയിറ്റ് വരുമ്പോഴാണ് പ്രശ്നം. നമ്മൾ കാർഗോ ഒക്കെ വിടുന്നത് നമുക്ക് നഷ്ടം തന്നെയാണ്. പിന്നെ നമ്മൾ നമ്മൾ ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ നമുക്ക് കൊണ്ടുവരാമെന്ന് മാത്രം, അത്ര തന്നെ. പിന്നെ ഒരു 3-4 സ്പൂണ്, അതുപോലെ തന്നെ ഒരു നമ്മൾ ചായ അരിക്കുന്ന അരിപ്പയില്ലേ, ആ ഒരു അരിപ്പയാണത്, ഗോൾഡൻ കളർ കേട്ടോ. ആ ഒരു അരിപ്പ ഞാനിവിടെ ഗോൾഡൻ കളർ കണ്ടിട്ടില്ല. സ്പൂണുണ്ട് കേട്ടോ, സ്പൂൺ ഇവിടെയും ഉണ്ട്. അങ്ങനെ അത്. പിന്നെ ഇത് കുറച്ച് പുഡിങ് ട്രേകളാണ് കേട്ടോ. നല്ല എന്താ പറയുക, നല്ല ക്വാളിറ്റി ഉണ്ട്, മെറ്റീരിയൽ അടിപൊളിയാണ് കേട്ടോ, എല്ലാം പക്കാ സെറാമിക്കാണ്. പിന്നെ ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ നമുക്ക് പുഡിങ് ഇപ്പോൾ നമ്മൾ വല്ലപ്പോഴും അല്ലേ ഉണ്ടാക്കുകയുള്ളൂ. പുഡിങ്ങിൻ്റെ പർപ്പസിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക്
ഫുഡൊക്കെ നമുക്ക് കറികൾ, ഫ്രൈഡ് ഐറ്റംസ്, റൈസ് ഒക്കെ സെർവ് ചെയ്യാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. നല്ല വൈറ്റ് ഇങ്ങനെ മൊത്തത്തിൽ വെക്കുമ്പോൾ നല്ല ഭംഗിയാണ്, നല്ല അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. ഞാൻ അതും കൂടെ വിചാരിച്ചിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് 3 കേട്ടോ, ഇങ്ങനെ സ്ക്വയർ ആയിട്ടുള്ള 3 ട്രേ. നല്ല വെയിറ്റാണ് കേട്ടോ. ഇതൊക്കെയാണ് വെയിറ്റ് കൂടാൻ ഒന്നാമതേ കാരണം. സെറാമിക്കാണ്, നല്ല കട്ടിയുള്ള സെറാമിക്. പിന്നെ ഇതുപോലത്തെ ബൗളുകൾ കേട്ടോ. ഇത് കണ്ട കുഞ്ഞി നമ്മൾ അച്ചാർ, ചമ്മന്തിയൊക്കെ എടുക്കുന്ന ബൗളില്ലേ, ആ ഒരു ബൗളാണ്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഫുൾ സെറാമിക്കായിട്ട് നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള ബൗളുകൾ ഒരു 8 ഉണ്ട് കേട്ടോ. ഇതിനൊക്കെ ചീപ്പ് റേറ്റാണ് കേട്ടോ, നല്ല ചീപ്പ് റേറ്റാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, കൊണ്ടുവരേണ്ട കാര്യം കുറച്ച് റിസ്ക്കിയാണ്. കുറേ പേരൊക്കെ ഉണ്ടെങ്കിൽ പറ്റും കേട്ടോ. അപ്പോൾ ഇത്ര ഒരാൾക്ക് 30 കിലോ ലഗേജാണ് അലൗഡ്. അപ്പം മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അത്രയും കൊണ്ടുവരാം. ഞങ്ങളിപ്പോൾ 2 പേരല്ലേ ഉള്ളൂ. അപ്പോൾ അതിൽ സംസം വെള്ളവും പിന്നെ ഇൻക്ലൂഡാണ്. അതിൽ സംസം വെള്ളവും ഡേറ്റ്സ്, ഈത്തപ്പഴവും കൂടെ എടുത്ത്, ഈത്തപ്പഴം നല്ല വെയിറ്റ് വരുന്ന സാധനമാണ്. അപ്പോൾ നമ്മൾ ഉംറയ്ക്ക് പോകുമ്പോൾ കാര്യമായിട്ട് കൊണ്ടുവരേണ്ടതാണല്ലോ. അപ്പോൾ അതിന് തന്നെ നല്ല വെയിറ്റ് ആയിട്ടുണ്ടായിരുന്നു, ഈത്തപ്പഴവും സംസവും ഒക്കെ എടുക്കുമ്പോൾ തന്നെ. പിന്നെ ബാക്കിയല്ലേ നമുക്കിതൊക്കെ എടുക്കാൻ പറ്റുമോ, അതുകൊണ്ടാണ് നമ്മൾ കാർഗോ വിട്ടത്. അല്ലാതെ നമ്മൾ പോകുന്ന സമയത്താണ് നമുക്ക് കുറച്ചുകൂടെ ഒക്കെ ഇങ്ങനെ വാങ്ങി കൊണ്ടുവരികയൊക്കെ ചെയ്യാം. ഇതൊരു സൂപ്പ് ബൗൾ പോലത്തെ കേട്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഇതൊരു ക്യാൻഡി ബൗളാണ്. നമുക്ക് ചോക്ലേറ്റ് അല്ലെങ്കിൽ ഡേറ്റ്സ് ഒക്കെ, ഇത് ഞാൻ ഇവിടെ കുറേ തിരയുന്നതാണ് കേട്ടോ. എനിക്ക് നല്ലത് ഇവിടെ നിന്ന് കിട്ടിയിട്ടില്ല. അപ്പോൾ അവിടെ നിന്ന് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റുമാണ് കേട്ടോ ഇതിൻ്റെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ വാങ്ങിയതാണ്. നമുക്ക് ഡേറ്റ്സൊക്കെ ഇട്ട് വെക്കാം. പിന്നെ നട്ട്സ് അല്ല, ഡേറ്റ്സ്, ഈത്തപ്പഴം ഇട്ട് വെക്കാം, ചോക്ലേറ്റൊക്കെ ഇട്ട് വെക്കാം. ഇട്ടിട്ട് ഇങ്ങനെ കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ടേബിളിലൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതും അത് തന്നെയാണ് കേട്ടോ, ഒരു ക്യാൻഡി ബൗൾ തന്നെയാണ്. ഡേറ്റ്സും ചോക്ലേറ്റൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇതും. ഇത് രണ്ടും നല്ല റേറ്റ് കുറവായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങോട്ടേക്ക് എത്തുമോയെന്ന് നല്ല പേടിയുണ്ടായിരുന്നു. കാർഗോ വന്നിട്ട് ഞാൻ ഓപ്പണാക്കി ഓരോന്ന് എടുക്കുമ്പോൾ എനിക്ക് നെഞ്ചിങ്ങനെ ഇടിക്കുകയായിരുന്നു കേട്ടോ. കാര്യം പൊട്ടിയിട്ടുണ്ടോ ഇതൊക്കെ ശരിക്കും എടുക്കുമ്പോൾ പൊട്ടിയോ എന്നുള്ള മൈൻഡ് ഇങ്ങനെ ഉള്ളിലേക്ക്, നമ്മൾ ആ ചിന്ത അതാണല്ലോ, പൊട്ടിയിട്ടുണ്ടാവുമോ. കാരണം അത് വന്ന് വീഴുമ്പോൾ അങ്ങനെയാണ് എയർപോർട്ടിലൊക്കെ പടായെന്ന് പറഞ്ഞിട്ട് വന്ന് വീഴുക കേട്ടോ ചെയ്യുന്നത്. അത് പൊട്ടാതെ കിട്ടിയ വലിയ ഭാഗ്യമാണ്. പിന്നെ ഇങ്ങനത്തെ ഐറ്റംസ്, ഇത് നമുക്ക് ഫുഡ് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ എനിക്കിത് വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഓരോന്ന് കാണിക്കുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ടാവുമല്ലോ. അതുപോലെ ഇത് കൗണ്ടർ ടോപ്പിലൊക്കെ നമുക്ക് ഇങ്ങനെ സാധനങ്ങൾ പ്ലെയിൻ ആയിട്ട് വെക്കുന്നതിനേക്കാളും ഇതുപോലെ മസാല ബോക്സുകളോ മസാല ബോട്ടിൽസോ അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ വെക്കുമ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. നമുക്ക് ആ ഒരു ട്രേൻ്റെ പർപ്പസായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇത് 3 ഇങ്ങനെ സെറ്റായിട്ട് വരുന്നതാണ്. ഇതും അങ്ങനെ തന്നെ കേട്ടോ, കൗണ്ടർ ടോപ്പിലേക്ക് അങ്ങനെ വെക്കാം. പിന്നെ ഫുഡൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സ്നാക്സ്, ഫ്രൈഡ് ഐറ്റംസ് കാര്യങ്ങൾ ഒക്കെ നമുക്ക് വെച്ചിട്ട് സെർവ് ചെയ്യാം. പിന്നെ ഈ ഒരു ട്രേ, ഇതും വീഡിയോ പർപ്പസാണ് കേട്ടോ. നമുക്ക് നേരത്തെ ഞാൻ കാണിച്ചു തന്നില്ലേ, ഇങ്ങനെ കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് അങ്ങനെ വെച്ചാലും നല്ല രസമാണ്. ആ വുഡിൻ്റെ ആ ഒരു ഇത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കൗണ്ടർ ടോപ്പിൽ കാണാനായിട്ട്. പിന്നെ നമുക്കൊരു ട്രേൻ്റെ ആ ഒരു രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. ഫുഡ് സെർവ് ചെയ്യാനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇത് മുന്നേ എൻ്റെ അടുത്ത് ഒരെണ്ണം ഉണ്ടായിരുന്നു. ഇതിൽ ഒരെണ്ണം എൻ്റെ കയ്യിലുള്ളത് തന്നെയാണ് കേട്ടോ. ഞാനത് വന്നപ്പോൾ സെയിം തന്നെയാണോ, ക്വാളിറ്റി സെയിം തന്നെയാണോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് എടുത്തപ്പോൾ അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയതാണ്. അങ്ങനെ മൊത്തം 4 എണ്ണം ഉണ്ടാവും. ഇതിപ്പോൾ 3 എണ്ണം ഞാനിപ്പോൾ വാങ്ങിച്ചത്. ഒരെണ്ണം എൻ്റെ കയ്യിൽ മുന്നേ ഉള്ളതാണ് കേട്ടോ. ഞാൻ നിക്ഷാനിനാണ് തോന്നുന്നു, കണ്ണൂർ നിക്ഷാനിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരെണ്ണം. ഇതൊക്കെ ഇപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. നല്ല രസമുണ്ട് ഇത് കാണാൻ. ഇതും അതുപോലെ തന്നെ നമുക്കൊരു പാർട്ടിയിലൊക്കെ ഫുഡൊക്കെ സെർവ് ചെയ്യാൻ നമുക്ക് ചപ്പാത്തി, പത്തിരി അങ്ങനത്തെ ഒക്കെ വെച്ച് കൊടുക്കാനും നല്ലതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടാവും നമ്മൾ ടേബിളൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ കാണാൻ.
അത് നമ്മൾ ക്ലീൻ റാപ്പ് കൊണ്ട് ഇങ്ങനെ റാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം ഇങ്ങനെ അടിക്കടിക്ക് വെച്ചിട്ട് നമ്മൾ ബോക്സിലൊക്കെ ഇടുന്ന സമയത്ത് സ്ക്രാച്ച് വരുമല്ലോ. ആ സ്ക്രാച്ച് വരാണ്ടിരിക്കാൻ വേണ്ടി, സ്ക്രാച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കളറെല്ലാം ഫെയ്ഡായി. അപ്പോൾ അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ക്ലീൻ റാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പുതിയ വ്യൂസ് ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാം കേട്ടോ. എന്നാലാണ് നമ്മൾ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുക. അതുപോലെ തന്നെ നല്ല നല്ല ഡേ ഇൻ മൈ ലൈഫും റെസിപ്പീസും എല്ലാം ചെയ്യുന്ന ഒരു ചാനലാണ് കേട്ടോ. പുതിയ വ്യൂസിനോടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഫോളോ ചെയ്യുക. പിന്നെ ഇത് നമുക്ക് പ്ലേറ്റ് വെക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഗ്ലാസ് ഹോൾഡറാണ്, ഗോൾഡൻ കളറ്. പിന്നെ താഴെ ഇതുപോലെ തന്നെ ഒരു ട്രേ വരുന്നുണ്ട് കേട്ടോ, ഒരു വൈറ്റ് ട്രേയും കൂടെ വരുന്നുണ്ട്. അപ്പോൾ കപ്പിൽ നിന്നൊക്കെ ഉള്ള ഗ്ലാസ്സിലോ കപ്പിലൊക്കെ ഉള്ള വെള്ളം അതിലേക്ക് ഇങ്ങനെ പൊയ്ക്കോളും, അടിയിലിങ്ങനെ വെള്ളമായിട്ട് നിൽക്കില്ല. ഇത് ജസ്റ്റ് ടേബിൾ മാറ്റാണ് കേട്ടോ. നമുക്ക് ഒരു പാർട്ടിയിലൊക്കെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ വെറുതെ നമ്മൾ ടേബിളിലൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല രസമാണ്. വൈറ്റ് കളറല്ലേ, നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. ഇതിലൊരു 50 പീസൊക്കെ വരുന്നുണ്ട് കേട്ടോ. ചെറിയ റേറ്റ് അതിന് വന്നിട്ടുള്ളൂ. പിന്നെ ഒട്ടും വെയിറ്റ് ഇല്ലാത്തൊരു ഐറ്റം ആണല്ലോ, കൊണ്ടുവരാനും നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. പെട്ടി പൊട്ടിക്കുന്നത് കണ്ടില്ലല്ലോ ജംഷീനൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ, ഇതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ കുറച്ച് ചോക്ലേറ്റ് അങ്ങനെയൊക്കെ എല്ലാവരും കൊണ്ടുവരുന്ന കുറച്ച് ഐറ്റംസ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾ ചോദിച്ചിട്ടുള്ള ഇത് കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ സംസം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈത്തപ്പഴം കൊടുക്കാൻ വേണ്ടിയിട്ടും വാങ്ങിയതായിരുന്നു ഇത്. അതിനുശേഷം പിന്നെ നമുക്കിങ്ങനെ കൗണ്ടർ ടോപ്പിലൊക്കെ വെച്ചാലും നല്ല രസമല്ലേ, ഗോൾഡൻ കളർ ആയതുകൊണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ അങ്ങനെയും കൂടെ വാങ്ങിയതാണ് കേട്ടോ. ഇങ്ങനെ ഒരു ജഗ് പോലത്തെ സംഭവം, അതിലേക്ക് കുറച്ച് കപ്പുകളും, ഒരു 6 കപ്പുകളാണ് അതിൻ്റെ കൂടെ വരുന്നത്. ഇത് 2 കാര്യമുണ്ട്. ഒന്ന് സംസം കുടിക്കാൻ, പിന്നെ ഒന്ന് അറബ്സ് യൂസ് ചെയ്യുന്നത് ഈ കാവ എന്ന് പറഞ്ഞ സംഭവമല്ലേ, അറിയായിരിക്കും എല്ലാവർക്കും. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് അത് കുടിക്കുക അവർ. ഇങ്ങനത്തെ ഇതിലാണ് കേട്ടോ, കുഞ്ഞി കപ്പിലാണ് കുടിക്കുക. അപ്പോൾ അതിനും കൂടെ ഇത് യൂസ് ചെയ്യും കേട്ടോ. പിന്നെ അതിൻ്റെ ആ 2 ട്രേ ഇല്ലേ, അത് ഞാൻ സെപ്പറേറ്റ് വാങ്ങിച്ചതാണ് കേട്ടോ, അതിൻ്റെ കൂടെ വന്നതല്ല. അത് സെപ്പറേറ്റ് ഡേറ്റ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് വാങ്ങിയതാണ്. പിന്നെ ഇതില്ലേ, ഈ ഒരു ഭരണി നമ്മളൊരു വെള്ളം ഒഴിച്ച് വെക്കുന്നത്, അത് കൊണ്ടുവന്നതല്ല, അത് നിക്ഷാനിൽ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. കണ്ണൂർ പോയിട്ടുണ്ടായിരുന്നു നമ്മൾ വന്നതിന് ശേഷം ഇപ്പം അടുത്ത്. അപ്പോൾ അങ്ങനെ നിക്ഷാൻ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കി വാങ്ങിച്ചാണ്. ഞാനിങ്ങനെ ഒരു ഒതുക്കമുള്ള ഒരു സംഭവം, ഇങ്ങനത്തെ ഒരു സംഭവം എനിക്ക് വേണം എന്ന് വെച്ച് ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഞാൻ വിചാരിച്ചൊന്ന് കണ്ടപ്പോൾ അങ്ങനെ എടുത്തുന്നേ ഉള്ളൂ. നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളമല്ലേ യൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഇതിൽ കുറേ വെള്ളം കൊള്ളുകയും ചെയ്യും. കുറേ ഐറ്റംസിൽ ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കിച്ചൺ ചെറിയൊരു മേക്ക് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. നമ്മൾ വർക്ക് ഏരിയ ചെറിയൊരു മേക്ക് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഒന്നുമല്ല, ഞാൻ സൈഡിൽ കുറച്ച് ഐറ്റംസൊക്കെ വെച്ചിട്ടില്ലേ, അപ്പോൾ അതിൽ നിന്ന് ചെറിയൊരു മാറ്റമൊക്കെ വരുത്താം. ഞാൻ വെള്ളം ഇങ്ങനെ 2-3 ബോട്ടിൽസിലും ഫ്ലാസ്കിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒഴിച്ച് വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിന് പകരമായിട്ടാട്ടോ ഞാൻ ആ ഒരൊറ്റ ഇതിൽ തന്നെ വെള്ളം ഒഴിച്ച് വെച്ചാൽ നമുക്ക് അതിൽ നിന്ന് എടുക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ ആ ഭാഗം ഒന്ന് ഒരു നീറ്റ് ആയിക്കോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ബോട്ടിൽ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് യൂസ് ചെയ്തിട്ട് കിച്ചണൊന്ന് ഒരു ചെറിയൊരു മാറ്റം വരുത്താം, നോക്കാം. അപ്പോൾ ഇങ്ങനെ കേട്ടോ, 2-3 ബോട്ടിലോ ഫ്ലാസ്കിലോ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഞാനൊരു ബോക്സിലേക്ക് വെച്ചിട്ട്, കാരണം അത് ഓരോന്നിങ്ങനെ വലിക്കുമ്പോൾ ഇതാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ അതിലിട്ടിട്ട് ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ അതൊന്ന് മാറ്റണം. പിന്നെ കപ്പൊന്ന് ഞാനിപ്പോൾ വാങ്ങി അത് വെച്ചിട്ടൊന്ന് ചേഞ്ച് ആക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് തുടച്ചത് തന്നെയാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മൾ വാങ്ങുന്നത്, നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ കുറേ ഐറ്റം വാങ്ങുന്നുണ്ടല്ലോ അങ്ങനെ വിചാരിക്കേണ്ട. നമ്മൾ വീഡിയോൻ്റെ പർപ്പസിനും കൂടെ വേണ്ടി വാങ്ങുന്നതാണ് കേട്ടോ. വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനത്തെ കുറേ ഐറ്റംസും പാത്രങ്ങളും എല്ലാം ആവശ്യമുണ്ട്. വീഡിയോയിൽ കാണാൻ ഭംഗി ഒന്ന്, പിന്നെ നമ്മൾ ഫുഡ് സെർവ് ചെയ്യാനും ഉണ്ടാക്കാനും ഒക്കെ പാത്രങ്ങളൊക്കെ കുറേ സാധാരണ നോർമൽ ഉപയോഗിക്കുന്നതിനേക്കാളും, നോർമൽ ഞാനാണെങ്കിൽ ഒരു പാത്രവും വാങ്ങാത്ത ആളാണ്.
അപ്പോൾ ഇങ്ങനെ നമ്മൾ വർക്ക് ഇതായതുകൊണ്ട് നമ്മൾ കുറച്ചധികം പാത്രങ്ങളൊക്കെ വാങ്ങും, ഇങ്ങനത്തെ യൂസ് ചെയ്യലും ഉണ്ട്. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ വിചാരിക്കണ്ട. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. വീഡിയോ കാണാനൊരു ഭംഗി വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നല്ല ഐറ്റംസ് കാണുമ്പോൾ നമുക്ക് പറ്റുന്നതാണെങ്കിൽ അങ്ങനെ വാങ്ങലുണ്ട്. ഒന്നുമില്ല, ചെറിയ 1-2 കാര്യങ്ങൾ വെക്കുമ്പോൾ തന്നെ നമ്മൾ ആ കൗണ്ടർ ടോപ്പിൻ്റെ ആ ഒരു ലുക്കേ മാറും കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു രീതിയിലാണ് ഇപ്പോൾ ഞാനിതാ ചെറുതായിട്ടൊരു ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ, ഒരു മാറ്റം കൊണ്ടുവന്നത് ഇഷ്ടമായോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കാൻ മറന്നു പോകരുതേ. പിന്നെ ഒന്നുമല്ല, നമ്മൾ കൂടുതലായിട്ടും നിൽക്കുന്ന സ്ഥലമാണ് നമ്മുടെ കിച്ചൺ എന്ന് പറയുന്നത്. സ്ത്രീകൾ എപ്പോഴും അധികവും ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. അപ്പം നമ്മളധികം ഉണ്ടാകുന്നതിന് കിച്ചൺ വർക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ ഈ വർക്ക് ഏരിയയിൽ ഇരുന്ന് നമ്മൾ സംസാരിക്കലും എല്ലാം കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒന്ന് കുറച്ചുകൂടി ഒരു ഭംഗിയാക്കണം എന്നെനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് അൽഹംദുലില്ലാ എൻ്റേതായിട്ടുള്ള രീതിയിൽ എനിക്ക് സാധിച്ചിട്ടുണ്ടെന്ന് ആണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങളും കമൻ്റൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ബോട്ടിലൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് റഫിക ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അതിലിതാ തിളപ്പിച്ചാറിയ വെള്ളം ഒരു ഇളം ചൂടോടുകൂടി തന്നെയാണ് കേട്ടോ ഞാൻ ഒഴിച്ചത്, തിളച്ച വെള്ളം ഒഴിച്ചിട്ടില്ല. അപ്പം അങ്ങനെ അത് മുഴുവനായിട്ട് ഒഴിച്ചു വെച്ചു. അപ്പോൾ ഇതാ മൊത്തത്തിലൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു ടേബിളിൻ്റെ ആ ഒരു ഷീറ്റ് എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് ഞാൻ മുകൾ ഭാഗത്ത് ഇട്ട് കൊടുക്കുന്നില്ല. കാരണം വൈറ്റാണ്. എന്തെങ്കിലും കറിയോ എന്തെങ്കിലും ആവുകയാണെങ്കിൽ ഭയങ്കര പെട്ടെന്ന് തന്നെ മോശമാവും. അത് വാഷ് ചെയ്താലൊന്നും പെട്ടെന്ന് റെഡിയായി കിട്ടണമെന്നില്ല. അപ്പോൾ ഈ ഒരു നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വിരിച്ചിട്ടുണ്ടായിരുന്നല്ലോ ടേബിളിൻ്റെ മുകളിൽ, അതിൻ്റെ അടിയിലേക്ക് ഇതുപോലെ ചേർന്ന് കണക്കാക്കിയിട്ട് 4 എണ്ണം വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എന്നാൽ ടേബിൾ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. അപ്പോൾ ഇതാ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എൻ്റെ ഒരു ചെറിയ കിച്ചൺ മേക്ക് ഓവർ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമ്മളതായിട്ടുള്ളൊരു ഇഷ്ടത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതൊരു മേക്ക് ഓവർ തന്നെയാണല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റൊക്കെ എഴുതി അറിയിക്കട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു എന്താണ് എന്നൊക്കെ പറയാൻ മറക്കണ്ട. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെ കിച്ചൺ അങ്ങനെ മേക്ക് ഓവർ ചെയ്യുന്നതും. അതുപോലെ തന്നെ നമ്മളതായിട്ടുള്ള ഇഷ്ടത്തിന് ഇപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ വരികയാണെങ്കിൽ നമ്മളതായിട്ടുള്ളൊരു രീതിയിലേക്ക് കിച്ചണൊക്കെ ഒന്ന് മാറ്റി എന്തെങ്കിലും പുതിയ ഐറ്റംസൊക്കെ വെച്ച് ഒരു ചേഞ്ചസൊക്കെ കൊണ്ടുവന്നിട്ട് എന്നിട്ട് അവിടെ കുക്ക് ചെയ്യാനും ആ ഒരു കിച്ചണിൽ ഇരിക്കുമ്പോൾ വീണ്ടും ഞാനിങ്ങനെ വന്ന് നോക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ. അപ്പോൾ ആ ഒരു എൻ്റേതായിട്ടുള്ളൊരു രീതിയിലേക്കാണ് ഞാനിപ്പോൾ ചെറുതായിട്ടൊന്ന് കിച്ചൺ മാറ്റിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളതൊന്നും അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.